ശിവഭഗവാന്റെ കഴുത്തിലെ നാഗം അത് ആരാണ്? എന്തുകൊണ്ടാണ് ഭഗവാന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നത്? അതൊരു സാധാരണ നാഗമല്ല, സർപ്പങ്ങളുടെ രാജാവായ വാസുകി നാഗമാണ്. ദേവന്മാരും അസുരന്മാരും അമൃതം എടുക്കാൻ പാലാഴി കടഞ്ഞു. അതിൽ നിർമ്മിച്ച കയർ വാസുകി നാഗമായിരുന്നു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും വലിക്കുകയുണ്ടായി. പാലാഴി മദനത്തെ തുടർന്ന് ദിവ്യമായ വസ്തുക്കൾ പൊങ്ങി വന്നിരുന്നു. അതിലെ ഒന്നാണ് കാളകൂട വിഷം. വാസുകിയുടെ ശരീരം ഓരോ തവണ വലിക്കുമ്പോഴും മുറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവൻ ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. അങ്ങനെ കാളകൂട വിഷം പുറത്തു വന്നു. ഇത് ഭൂമിയിൽ വീണാൽ ഭൂമി ചാമ്പലാകും. ഈ കൊടും വിഷം ആരും എടുക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഭഗവാൻ ശിവൻ മുന്നോട്ട് വന്നു പറഞ്ഞു, ഞാൻ ഈ കാളകൂട വിഷം പാനം ചെയ്തു കൊള്ളാം. ഭഗവാൻ ശിവൻ വിഷം പാനം ചെയ്തപ്പോൾ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. അത് ഭൂമിയിലും വീഴാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ഉദരത്തിലും പോകാൻ പാടില്ല. അങ്ങനെ ആ വിഷം അദ്ദേഹത്തിന്റെ ഖണ്ഡത്തിൽ ഉറയ്ക്കുകയും അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന നാമവും വന്നു. ആ വിഷത്തിന്റെ ചില തുള്ളികൾ താഴെ വീഴാൻ തുടങ്ങി. എന്നാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഒരു ഭയവുമില്ലാതെ ആ വിഷത്തിന്റെ കുറച്ച് തുള്ളികൾ തന്റെ ദൈവത്തിനായി വാസുകി നാഗം കുടിച്ചു. ഇത് കണ്ട ഭഗവാൻ ശിവൻ പറഞ്ഞു, നീ അനുഗ്രഹീതനാണ് വാസുകി, ഇനി മുതൽ നീ സർപ്പങ്ങളുടെ രാജാവാണ്. പക്ഷേ വാസുകി നാഗം പറഞ്ഞു, പ്രഭു, എന്നെ മറ്റെവിടെയും അയക്കരുത്, എന്നെ അങ്ങയോടൊപ്പം വസിക്കാൻ അനുവദിച്ചാലും. അപ്പോൾ ശിവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മുതൽ നീ എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാകും. ഒരു ആഭരണമായിട്ടല്ല, മറിച്ച് എന്റെ ഭക്തനായ നീ വിഷത്തെ ഭയപ്പെടുന്നില്ല എന്ന ഓർമ്മപ്പെടുത്തലായിട്ട്